അതിനെതിരെ മറ്റൊരു പെൺകുട്ടിയും പൂയപ്പള്ളി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇയാളുടെ വീട്ടുകാർക്ക് കാര്യങ്ങൾ അറിയാമായിരുന്നുവെന്നും പെൺകുട്ടി പറയുന്നു. എനിക്ക് മുന്നേ ഒരു പെൺകുട്ടി ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അവരുടെ വീട് അടുത്തടുത്താ. അപ്പം റോഡിൽ വെച്ച് കുട്ടീനെ ഉപദ്രവിച്ചിട്ടൊക്കെ ഉണ്ട്. എനിക്കും പേടിയുണ്ട് ഇങ്ങനെ ഉപദ്രവിക്കുമോ എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ കേസായിട്ട് പോയത്. മതം മാറുമെന്ന് പറഞ്ഞ് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കുമെന്ന് പറഞ്ഞ് എത്രയോ നാളത്തെ ക്ലാസ് ഉണ്ട്, നിന്നെ അവിടെ നിർത്തും, ഞാൻ നിർത്തിട്ടിങ്ങി വരും, അങ്ങനെയൊക്കെ പറഞ്ഞ്. എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയത്തില്ലായിരുന്നു. അവൻ്റെ വീട്ടുകാരുടെ അറിവെടുത്ത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ തന്നെയാ. എനിക്കിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്, ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടിരുന്നു കേട്ടോ. അത് വേറൊന്നുമല്ല, പ്രണയം നടിച്ച് മതം മാറ്റാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി സമൂഹ മാധ്യമത്തിൻ്റെ മുന്നിൽ വന്ന് ഇങ്ങനെ സംസാരിക്കുന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാനൊന്ന് ചിന്തിച്ചു പോയി, ഈ പ്രണയം അഭിനയിച്ചു കൊണ്ടൊരുത്തം വരികയും അവളെ മതം മാറാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്നാണല്ലോ ആരോപണം. അങ്ങനെയാണെങ്കിൽ ഈ പെൺകുട്ടി എന്തിനാണ് മുസ്ലിമായ യുവാവിനെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അവൻ്റെ സ്നേഹവും കരുതലും വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്, എന്തായാലും ഒരു ദിവസം 2 ദിവസത്തെ കാര്യമൊന്നും ആയിരിക്കില്ല, ചിലപ്പോൾ ഒരു 6 മാസത്തെ 7 മാസത്തെയൊക്കെ പരിചയവും പ്രണയവും ഉണ്ടാവും. ഒരു പ്രണയം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ട് ഇന്ന് വന്നു ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം വന്ന് ബീച്ച്, സിനിമ, പാർക്ക് അങ്ങനെയൊക്കെ പോകുന്നതല്ലല്ലോ ഒരു എന്താ പറയുക പ്രണയം എന്ന് പറയുന്നത്. ആ പ്രണയത്തിൻ്റെ അത്രയും പവിത്രമായ ഒന്ന് വേറൊന്നില്ലെന്ന് ഒരുപാട് കവികൾ പറഞ്ഞിട്ടുണ്ട്. പ്രണയത്തിന് കണ്ണും മൂക്കുമില്ല, പ്രണയത്തിന് മതമില്ല എന്നും പറയുന്നതായി കേട്ടിട്ടുണ്ട്. പിന്നെ മാതാപിതാക്കളുടെ നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ട് തന്നെ വേണം ഈ മക്കൾക്കൊക്കെ പ്രണയിക്കാനായിട്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ഈ കുട്ടി മാത്രം നല്ല കുട്ടിയായി. ബാക്കി ഈ മുസ്ലിം സമൂഹം അല്ലെങ്കിൽ മുസ്ലിം ആയ സ്നേഹിച്ച കാമുകനും കാമുകൻ്റെ ഉമ്മയും വീട്ടുകാരൊക്കെ ഇപ്പോൾ എന്താ പറയുക കുറ്റക്കാരായി. ഫ്രണ്ട്ഷിപ്പ് തുടങ്ങി, പിന്നെ അത് റിലേഷനിലോട്ട് പോയി ആദ്യമൊന്നും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ വീട്ടിൽ പറഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞിരുന്നു ഞാൻ മതം മാറി ചെന്നേ പറ്റൂ. ഞാൻ ആദ്യമൊക്കെ സമ്മതിച്ചില്ല. അപ്പം ഞാൻ ആ ഒരു സംസാരം വരുമ്പോഴേ ഞാനങ്ങ് വഴിതിരിച്ച് വിടുകയായിരുന്നു ചെയ്യുന്നത്. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും. അത് പറയും, പൊന്നാനിയിൽ സത്യസരണിയിൽ കൊണ്ടുപോകും എന്നെ, അവിടെ ക്ലാസ് ഉണ്ട്, അവിടെ നിർത്തും, മതം മാറിയേ പറ്റൂ എന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞ അമ്പലത്തിൽ പോകരുത്, തട്ടിടണം, പൊട്ടിടരുത്, കുറിയിടരുത്. ഞാൻ എന്തോ പൊട്ടോ കുറിയോ എന്തോ ഇട്ട് എന്തോ പോസ്റ്റ് ചെയ്യുക എന്തോ ചെയ്ത് ഉടനെ അത് ഡിലീറ്റ് ചെയ്യിപ്പിച്ചെന്നെ കൊണ്ട്. നീ പൊട്ടിടുന്നതും കുറിയിടുന്നതും എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറയുന്നതുകൊണ്ട് നിനക്കൊന്നും തോന്നരുത്, എനിക്ക് നീ പൊട്ടും കുറിയിടുന്നത് എനിക്ക് ഇഷ്ടമല്ല, അതെൻ്റെ കണ്ണിന് മുന്നിൽ കാണരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഉമ്മയോട് സംസാരിച്ചു എന്നും പറയുന്നുണ്ട്. വോയിസൊക്കെ ഞാനിവിടെ വെക്കാം കേട്ടോ. ഉമ്മയോട് സംസാരിക്കുന്നതായിട്ട് പറഞ്ഞു. ഉമ്മയും പറഞ്ഞു അത്രേ ഇങ്ങനെ മോളിങ്ങനെ മാറണം എന്നൊക്കെ. അപ്പം അങ്ങനെ ഉമ്മയോട് സംസാരിക്കാൻ മാത്രമുള്ള ബന്ധമായിട്ടുണ്ടെങ്കിൽ അത് എത്ര കാലത്തെ പ്രണയമായിരിക്കും? എന്നിട്ട് എന്തിനാണ് ഒരാളെ മാത്രം ഇങ്ങനെ പഴിചാരുന്നത്? നിനക്കിഷ്ടമില്ലേ? നീ ഫസ്റ്റ് തന്നെ സ്നേഹിക്കുമ്പോൾ അവൻ മുസ്ലിമാണ്, അവൻ മുസ്ലിം ആണെങ്കിൽ അവൻ എന്നെ കെട്ടിക്കഴിഞ്ഞാൽ ഞാൻ മുസ്ലിം ആവേണ്ട വരും, അതുകൊണ്ട് എനിക്ക് ഈ ബന്ധം ശരിയാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് അവിടെ നിന്ന് മാറിപ്പോകാമായിരുന്നു. എന്നിട്ട് നിന്നെ മതപരിവർത്തനം ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. പൊന്നാനിയിൽ കൊണ്ടുപോകും, പിന്നെ നീ തട്ട് ഓടണം, പൊട്ട് വെക്കരുത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവൻ്റെ കാഴ്ചയ്ക്ക്, അതേ നീ സ്നേഹിക്കുന്നവൻ മുസ്ലിമാണ്, അപ്പോൾ അവൻ്റെ കാഴ്ചപ്പാടിൽ അങ്ങനെയുള്ള ഒരു മൊഞ്ചത്തി വേണമെന്നായിരിക്കും അവൻ്റെ മനസ്സിലുണ്ടാവുക. പക്ഷെ നിൻ്റെ മനസ്സിൽ എന്താണെന്നുള്ളത് നിനക്കല്ലേ അറിയുള്ളൂ. അത് നീ തുറന്നു പറയണം. എന്നാലാണ് ആ ബന്ധം തുടരണോ വേണ്ടിയോ എന്നുള്ളത് അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് മുളയ്ക്കുമ്പോൾ തന്നെ അതിൽ നുള്ളിക്കളയാന്ന് പറയില്ലേ, അതുകൊണ്ട് നിൻ്റെ പ്രണയം പൂവിടുമ്പോൾ തന്നെ നീ അതിനെ വേണ്ടാന്ന് വെക്കേണ്ടത് നീയായിരുന്നു. നീ, അതായത് ഒരു പെണ്ണെന്ന നീ അതിന് മുൻകൈ എടുക്കാതെ എല്ലാ കാര്യങ്ങളും അവനിൽ നിന്ന് പിന്നെ എല്ലാ സൗഭാഗ്യങ്ങളെന്ന് പറയാൻ പറ്റില്ല, പ്രണയവും സ്നേഹവും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ കൊടുത്തിട്ട് അവസാനം ഇത് പ്രശ്നമാവുമെന്ന് പറഞ്ഞപ്പോൾ ഒരുത്തൻ്റെ മേലെ മാത്രം കുറ്റം ചുമത്തുന്നത് ശരിയല്ല. ഇത് പൊതുവേ എനിക്ക് പറയാനുള്ള കാര്യമാണ്. ഒരു ഹിന്ദു മുസ്ലിം പ്രണയകഥ എന്ന് പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലവർ സക്സസ് ആയി പോകുന്നുണ്ട്, ചിലവർ സക്സസ് ആവില്ല. സ്വന്തം അച്ഛൻ്റെ അമ്മനെയും നെഞ്ചത്ത് ചവിട്ടിക്കൊണ്ടും അതുപോലെ തന്നെ മറ്റുള്ള മതസ്ഥരെ പിന്നെ കുറ്റം ചാർത്തപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രണയവും ഇതിലൊന്നും ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന ആളെ അല്ല കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരുപാട് ആളുകൾ ഇപ്പോൾ ഹിന്ദു മുസ്ലിം വിവാഹം നടന്നിട്ടുണ്ട്. അത് രണ്ട് വീട്ടുകാർക്കും സമ്മതത്തോടു കൂടി, രണ്ട് വീട്ടുകാരുടെയും സമ്മതത്തോടു കൂടി തന്നെയാണ് ആ കല്യാണം സക്സസ് ആയി നടന്നുപോയി. എത്രയോ കല്യാണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അച്ഛനെയും അമ്മനെയും അല്ലെങ്കിൽ സ്വന്തം ഉപ്പാനെയും ഉമ്മാനെയൊക്കെ വേണ്ടാന്ന് വെച്ച് പോകുന്നവർ ഒരു 6 മാസം അത്രയൊക്കെ തന്നെ ഈ ലവ് മാരേജിൻ്റെ ഒരു എന്താ പറയുക ഒരു ജീവൻ ഉണ്ടാവുള്ളൂ. ഒരു ലവ് മാരേജ് ചെയ്യുന്ന ആളുകൾ ഏറി വന്ന 1 വർഷം 2 വർഷമൊക്കെ ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ പ്രണയിക്കുമ്പോൾ ആ പ്രണയിക്കുന്ന ആളുടെ പോസിറ്റീവ് മാത്രമേ കാണുള്ളൂ. അയാളുടെ നെഗറ്റീവ് കാണണമെങ്കിൽ അയാളുടെ കൂടെ ജീവിക്കണം. അല്ലാണ്ട് ഫോണിലൂടെ ഞാൻ അങ്ങനെ ചെയ്യും ഞാൻ ഇങ്ങനെ ചെയ്യും എന്ന് വായി കൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അത് അനുഭവിക്കുമ്പോഴേ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുള്ളൂ. നമ്മൾ ജീവിക്കുമ്പോഴാണ് ആ ജീവിതത്തിൻ്റെ വിലയും അതുപോലെ തന്നെ ആ ജീവിതത്തിൽ എന്തെല്ലാം നടക്കുന്നുണ്ട് എന്നുള്ളത് ഉൾക്കൊള്ളാനും നമുക്ക് കഴിയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, എന്തൊരു കാര്യം ചെയ്യുമ്പോഴും ഒരു കൈ കൊണ്ട് കൊട്ടിയാൽ സൗണ്ട് കേൾക്കില്ല, 2 കൈയും കൂടെ കൂട്ടിയടിച്ചാൽ സൗണ്ട് കേൾക്കുള്ളൂ. അപ്പോൾ തെറ്റ് 2 പേരുടെ ഭാഗത്തും ഉണ്ടാവും. അതിന് 2 പേർക്കും അതിനുള്ള ശിക്ഷ കൊടുക്കുക തന്നെ വേണം. എന്തായാലും 2 പേരും ഇതിൽ ഉത്തരവാദികളാണ്, അല്ലെങ്കിൽ 2 പേരും തെറ്റുകാരാണെന്ന് സമൂഹം പറയണം. അല്ലാതെ ഒരു കുട്ടീനെ മാത്രം സമൂഹ മാധ്യമത്തിൻ്റെ മുന്നിൽ വന്നിട്ട് എന്നെ ഇങ്ങനെ പ്രേരിപ്പിച്ചു, എന്നെ മതം മാറാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ എന്നെ മതം മാറ്റാനായിട്ട് അവർ ഇതാക്കി എന്നൊക്കെ പറയുമ്പോൾ അതിന് നിങ്ങൾ ഇടവരുത്തിയത് കൊണ്ടാണ്. നിങ്ങൾ അവനെ വിളിച്ച് സംസാരിക്കുകയും പിന്നെ രാത്രിയിലെ പകലിലാണ്ടൊക്കെ സംസാരിച്ചില്ലേ, അപ്പം നീ ചിന്തിക്കണമായിരുന്നു ഇത് ശരിയല്ല, അവൻ എന്നെ മതം മാറ്റും, കാരണം അവൻ്റെ കൾച്ചറിൽ കൊണ്ടുപോകാനായിരിക്കും അവൻ ഉദ്ദേശിക്കുന്നുണ്ടാവുക, അതുകൊണ്ട് എനിക്ക് ഈ ബന്ധം വേണ്ട, എനിക്ക് ഹിന്ദുവായി ജീവിക്കാനാണ് താല്പര്യം, അങ്ങനെ പറ്റുകയാണെങ്കിൽ മാത്രം നമുക്ക് സ്നേഹിച്ചാൽ മതി എന്ന് പറയാനുള്ള ചങ്കൂറ്റമാണ് അവിടെ കാണിക്കേണ്ടത്. അല്ലാതെ ഒരാണ് വന്ന് ഇഷ്ടമാണെന്ന് പറയുമ്പോഴേക്കും അതിൻ്റെ പിന്നാലെ ഓടിപ്പോണതല്ല പ്രണയം എന്ന് പറയുന്നത്. എന്നിട്ട് അവസാനം അവൻ്റെ വീട്ടുകാരെയും അവനെയും പ്രതി ചേർത്തിക്കൊണ്ട് കേസും എന്താ പറയുക കേസും ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു മതസ്പർദ്ധ തന്നെ ഉണ്ടാക്കുന്ന രീതിയിൽ പോകുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ ആദ്യം നിർത്തലാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്നേഹിക്കുമ്പോൾ തന്നെ ചിന്തിക്കുക, ഇത് ശരിയാവുമോ, ഇത് എൻ്റെ വീട്ടുകാർക്ക് പ്രശ്നമാവോ, എൻ്റെ വീട്ടുകാർ എന്നെ പഠിക്കാനാണ് വിടുന്നത്, ഞാൻ സ്നേഹിക്കാനല്ല ഇവിടെ വരുന്നത്, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഞാൻ മാത്രമേ ഉള്ളൂ, ഞാൻ പണിയെടുത്ത് അല്ലെങ്കിൽ ഞാൻ നന്നായി പഠിച്ച് നല്ല ജോലി എടുത്തിട്ട് വേണം എൻ്റെ കുടുംബം നോക്കാനായിട്ട്, അതുകൊണ്ട് ഞാൻ ഇനി അങ്ങനെ ഒരു വൃത്തികേടിന് ഞാൻ നിൽക്കില്ല. നമ്മൾ കോളേജിലേക്കും സ്കൂളിലേക്കൊക്കെ എന്തിനാണ് പോണത്, സ്നേഹിക്കാൻ പോവാ ആണോ? ഇത് എനിക്ക് ചോദിക്കാനുള്ളത് ഈ സ്ക്രീനിൽ കാണുന്ന ഈ പെൺകുട്ടിയോട്. ഈ പെൺകുട്ടി ഇപ്പോൾ ആരോപിക്കുന്ന അവനെ എനിക്ക് പറയാനില്ല. പക്ഷെ കുറ്റം ചാർത്തപ്പെട്ടവൻ്റെ ഭാഗം കൂടി നമ്മൾ കേൾക്കണ്ടേ? ഈ അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുകയും പ്രണയിക്കുകയും ചെയ്തിട്ട് അവസാനം ഈ തേച്ചിട്ട് പോകുക എന്നൊക്കെ പറയില്ലേ, അതാണിപ്പോൾ ഇവിടെ കാണുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് അവനവന് പറ്റുന്ന പണികൾ എടുക്കുക, അവനവന് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, അച്ഛനമ്മനെയും നന്നായി നോക്കുക. നമ്മൾ സ്കൂളിലേക്ക് പോണത് പഠിക്കാനാണ്, അല്ലാണ്ട് പ്രേമിച്ച് ആ പാർക്കിലും അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ പോയി കിന്നരിക്കാനല്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ആക്കുന്നു. നന്ദി, നമസ്കാരം.